നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തി നിങ്ങളുടെ അടുത്ത് തന്നെ തിരികെ വരാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആ വ്യക്തിയുടെ പിന്നാലെ പോകാതെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരേണ്ട രീതിയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൂടെ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ കാർഡ്സിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി മാത്രമായിരിക്കണം. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി എത്തി എന്ന് തന്നെ 100% വിശ്വസിക്കുക. ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ 1% പോലും സംശയത്തോടുകൂടി ചെയ്യുവാൻ പാടുള്ളതല്ല. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി തിരികെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ അത്രത്തോളം സന്തോഷകരമായിട്ടിരിക്കുക. എന്നിട്ട് ഈ കാർഡുകളിൽ നോക്കി ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ അഫർമേഷൻ പറയുക. ഇത് നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ച് ഇത് പഠിച്ച് അതല്ലെങ്കിൽ നോക്കിയിട്ട് വേണം ഈ അഫർമേഷൻ പറയുവാൻ. മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുന്ന, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ സങ്കല്പിക്കുവാൻ സാധിക്കുകയില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ മുമ്പിലായിട്ട് വെക്കുക. അഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്ക് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യവുമില്ല. ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. നന്ദി, നന്ദി, നന്ദി. ഇത് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന, അതായത് നിങ്ങളുടെ പിന്നാലെ വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ പേര് ചേർക്കുക. ഈ ഒരു അഫർമേഷൻ ഡെയിലി നിങ്ങൾക്ക് എത്ര തവണയാണോ ചൊല്ലുവാൻ സാധിക്കുന്നത് അത്രയും തവണ റിപ്പീറ്റഡ്ലി ചൊല്ലിക്കൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും രാത്രി കിടക്കുന്നതിന് മുന്നേ, അതായത് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ടും ഈ ഒരു അഫർമേഷൻ നിങ്ങൾ ചൊല്ലേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ചൊല്ലണം എന്ന് പറയാനുള്ള സയൻറ്റിഫിക് റീസൺ, നിങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ വ്യക്തിയെ പറ്റിയുള്ള ചിന്തകളായിരിക്കും, പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ ചിന്തകളെ പ്രപഞ്ചം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയിലോട്ട് അയക്കുന്നതാണ്. അങ്ങനെ ഈ സിഗ്നൽസ് പ്രപഞ്ചം ആ വ്യക്തിയിലേക്ക് അയക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് മാറി നിങ്ങളിലേക്ക് ആ വ്യക്തി തിരികെ എത്തുന്നതായിരിക്കും. നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ, നിങ്ങൾ ആ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ഒരാവശ്യം തന്നെ ഇല്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ചെയ്യാതെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ പിന്നാലെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അഫർമേഷൻ നിങ്ങൾ, അതായത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒന്നും ശ്രമിക്കരുത്. ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ചോദിക്കാതിരിക്കുക. മൈൻഡ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ചിന്ത കൊണ്ട് നിറയ്ക്കുക. കാരണം ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ആ വ്യക്തിക്ക് മെസ്സേജ് അയക്കുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്നും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ടോ അല്ലെങ്കിൽ റെസ്പോണ്ട് ഇല്ലാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരുന്ന, അതായത് നിങ്ങളെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറച്ചിരുന്ന ആ ഒരു ചിന്ത മാറി നെഗറ്റീവ് ആവുകയും ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിൻ്റെ പവർ കുറയുകയും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാതെ ആവുകയും ചെയ്യും. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡും അഫർമേഷനും ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഓരോന്നായിട്ടും ഇടുന്നതാണ്.
ഇത് തുടർച്ചയായി 1 മാസം ചെയ്യുക. ഈ 1 മാസം ചെയ്യുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും കടന്നു വരാൻ പാടില്ല. നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലത്ത് നിൽക്കാനോ നെഗറ്റീവ് എനർജി തരുന്ന ആൾക്കാരുടെ കൂടെ ഉള്ള ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും പാടില്ല. നിങ്ങൾക്കുണ്ടാകുന്ന എന്ത് തന്നെ റിസൾട്ട് ആണെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ട പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.